Good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീക്കിലുള്ള ഗേറ്റിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഇലക്ട്രോണിക്സ് ഡിവൈസസിലുള്ള MCQ സെറ്റ് 7 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First one, a photodiode is made of a semiconductor with a band gap of 1.42 electron volt. Given the Planck's constant 6.626 into 10 to the power minus 34 joule second. The speed of the light in vacuum 3 into 10 to the power 8 meter per second. 1 electron volt is equal to 1.6 into 10 to the power 19 joule. The cutoff wavelength of the photodiode. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു ഫോട്ടോ ഡയോഡിന്റെ കട്ട് ഓഫ് വേവ് ലെങ്ത് ഇൻ നാനോമീറ്റേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് സെമി കണ്ടക്ടറിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി തന്നിട്ടുണ്ട്. ബാൻഡ് ഗ്യാപ്പ് എത്രയാണ് തന്നിട്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ലൈറ്റിന്റെ സ്പീഡ്, ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്രയാണ്, അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഡെസിമൽ പോയിന്റിലേക്കാണ് നമുക്ക് അതിനെ റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് തന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ. 870 to 880 ആ ഒരു ബിറ്റ്വീൻ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? EG is equal to H into F ആണ് അല്ലെ. EG is equal to H into F ആണ്. അപ്പോൾ നമുക്ക് Fന് പകരം എന്ത് എഴുതാം? C by lambda എന്ന് എഴുതാം. ഇൻ വേവ് ലെങ്ത്തും അതുപോലെ തന്നെ സ്പീഡിന്റെ ലൈറ്റും ആ ഒരു ടേംസിൽ എഴുതുമ്പോൾ F is equal to C by lambda ആണ്. H എന്താണ്? Planck's constant ആണ്. അപ്പോൾ EG എന്ന് പറയുന്നത് എനർജി ബാൻഡ് ഗ്യാപ്പ് ആണ്. C is the speed of light in vacuum. Lambda is the wavelength and H is the Planck's constant. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് EG തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കട്ട് ഓഫ് വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ 1.42, അതായത് നമുക്ക് തന്നിരിക്കുന്നത് 1.42 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 into 10 to the power 19 ആണ്. അപ്പോൾ 1.42 into 10 to the power 1.6 into 10 to the power 19 minus 19 equal to Planck's constant H, അതായത് 6.626 into 10 to the power 6 അല്ലേ. Planck's constant into 6 അല്ല minus 34 ആണ് കേട്ടോ. minus 34 into speed of light എത്രയാണ്? 3 into 10 to the power 8 divided by lambda. That is equal to, അപ്പോൾ നമുക്ക് ലാംഡ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലാംഡ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒരു ടേം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 874.9 into 10 to the power minus 9 ആണ്. That is equal to 874.91 നാനോമീറ്റർ. അപ്പോൾ നമുക്ക് ആ റേഞ്ച് എന്ന് പറയുന്നത് 870 to 880 എന്ന് വരുന്ന ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വരുന്ന ആ ഒരു കട്ട് ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ. ഓക്കെ, second question, the band gap energies for silicon and germanium photodiodes are 1.1 electron volt and 0.67 electron volt respectively. Their cut off wavelength respectively, അവയുടെ cut off wavelength ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി 1127.27 നാനോമീറ്റർ ആൻഡ് 1850.75 നാനോമീറ്റർ. അപ്പോൾ നമുക്ക് ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ് രണ്ടുപേരുടെയും, ജർമേനിയത്തിന്റെയും സിലിക്കണിന്റെയും തന്നിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? E is equal to HC by lambda. നമ്മളിപ്പോൾ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലാംഡ ആണ് അല്ലെ. ലാംഡ ഇൻ മൈക്രോമീറ്റർ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1.24, അതായത് 1.24 ഡിവൈഡ് ബൈ EG ഇൻ ഇലക്ട്രോൺ വോൾട്ട് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ EG നമുക്ക് തന്നിരിക്കുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് സിലിക്കണിന് തന്നിരിക്കുന്നത്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 1.24 by 1.1, അതായത് ഈ HC എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1.24 ആണ്. ഓക്കെ, so lambda is equal to 1.24 by 1.11, that is equal to 1.1272 micrometer. അപ്പോൾ അതിനെ നാനോമീറ്ററിലേക്ക് ആക്കുമ്പോൾ നമുക്ക് 1127.2 into നാനോമീറ്റർ. ദിസ് ഈസ് ഫോർ സിലിക്കൺ ആണ്. ഇതേപോലെ നമുക്ക് ജർമേനിയത്തിനും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ജർമനിയത്തിൽ നൽകുന്ന ബാൻഡ് ഗ്യാപ്പ് എത്രയാണ്? 0.67 EV ആണ്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 1.24 ഡിവൈഡഡ് ബൈ 0.67 വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരും? 1.8507 മൈക്രോമീറ്ററിലാണ്. അപ്പോൾ അതിനെ നമുക്ക് നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ 1850.7 നാനോമീറ്റർ എന്നാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കട്ട് ഓഫ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the electrical conductivity of a semiconductor increases when a radiation of wavelength shorter than 1000 nanometer is incident on it. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു വേവ് ലെങ്ത്, അതായത് 1000 നാനോമീറ്ററിനേക്കാൾ ഷോർട്ടർ ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് ഉള്ള ഒരു വേവ് അതിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സെമി കണ്ടക്ടറിന്റെ ബാൻഡ് ഗ്യാപ്പ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാൻഡ് ഗ്യാപ്പ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി 1.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്ന ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ ഒരു സെമി കണ്ടക്ടറിന്റെ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
നമുക്കറിയാം ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഫ്രീക്വൻസി വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എഫ് ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻഡ് ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ആണ്. അതേപോലെ തന്നെ എനർജി ഗ്യാപ്പ് ഓഫ് ഫോട്ടോൺ വിത്ത് എ വേവ് ലെങ്ത്, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. Eg is equal to hc by lambda ആണ്. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 into 10 to the power minus 34 ആണ്. c എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് 10 to the power 8, അതായത് 8 ഇതിലാണ് കേട്ടോ, 10 റേസിലാണ് വരുന്നത്, 10 to the power 8 meter per second ആണ്. അപ്പോൾ നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ E is equal to hc by lambda, that is equal to 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.602 into 10 to the power minus 19 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എനർജി ഗ്യാപ്പിനുള്ള ഇക്വേഷൻ E is equal to which approximately equal to 1.24 അല്ലെങ്കിൽ 12400 by lambda in Armstrong ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലാംഡ 1000 നാനോമീറ്റർ, ദാറ്റ് ഈസ് 1 മൈക്രോമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? E is equal to 12400 by 1 micrometer, that is equal to 1.24 ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്ന എന്ത് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എനർജി ഗ്യാപ്പ് ഈസ് ഡാഷ് ഇൻ ക്രിസ്റ്റലൈൻ ഇൻസുലേറ്റർ ആസ് കമ്പയർഡ് ടു സെമി കണ്ടക്ടർ. ഒരു ക്രിസ്റ്റലൈൻ ഇൻസുലേറ്ററിനെയും അതുപോലെ തന്നെ സെമി കണ്ടക്ടറിനെയും കമ്പയർ ചെയ്യുമ്പോൾ എനർജി ഗ്യാപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ ഇൻസുലേറ്ററിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് ലാർജർ ദാൻ ആസ് കമ്പയർഡ് ടു ദി സെമി കണ്ടക്ടർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ എന്താണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് എനർജി ബാൻഡ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. The energy gap is much larger in crystalline insulator as compared to semiconductor. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് much larger ആണ് നമുക്ക് വരുന്നത്. The order of the energy gap for conductor, insulator, semiconductor. Conductor EC less than semiconductor less than insulator. ഇതാണ് നമുക്ക് എനർജി ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടറിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, സെമി കണ്ടക്ടറിന്റെ കുറച്ചും കൂടി ഇൻക്രീസ്ഡ് ആയിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ എനർജി ഗ്യാപ്പ് വരുന്നത് ഏതിനാണ്? ഇൻസുലേറ്ററിനാണ്. ഓക്കെ, EC എന്ന് പറഞ്ഞാൽ എനർജി ഗ്യാപ്പ് ഓഫ് കണ്ടക്ടർ, E is the energy gap of semi conductor and EI എന്ന് പറഞ്ഞാൽ എനർജി ഗ്യാപ്പ് ഓഫ് ഇൻസുലേറ്റർ ആണ്. Then എന്താണ് എനർജി ബാൻഡ് നോക്കാം. ഓക്കെ, gaseous സബ്സ്റ്റൻസിലെ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, അടുത്തടുത്തായിരിക്കില്ല, അങ്ങനെ സ്പ്രെഡ് ആയ രീതിയിലായിരിക്കും അറേഞ്ച്മെന്റ് നടക്കുന്നത്. എന്നാൽ ലിക്വിഡിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മോളിക്യൂൾസ് ഒക്കെ കുറച്ചുകൂടി അടുത്തടുത്തായിട്ടായിരിക്കും നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ സോളിഡിൽ നമുക്ക് നോക്കുമ്പോൾ എന്തായാലും ഈ മോളിക്യൂൾസ് ഒക്കെ വളരെ ടൈറ്റ്ലി അറേഞ്ച്ഡ് ആയിരിക്കും, ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ടൈറ്റ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആറ്റംസ്, ആ മോളിക്യൂൾസിൽ ഉണ്ടാവുന്നത് ആ ഒരു ഓർബിറ്റൽ, നെയ്ബർ ആറ്റത്തിന്റെ ഒരു ഓർബിറ്റലായിട്ടായിരിക്കും, ആ ഒരു ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഇലക്ട്രോൺ ഓർബിറ്റൽ ഓവർലാപ്പ് എന്ന് പറയുന്നത് സോളിഡിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരുമിച്ച് ആറ്റംസ് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ആ ഒരു ഓർബിറ്റൽ ഓവർലാപ്പ് നമുക്ക് കൂടുതലാവുന്നുണ്ട് അല്ലേ? അപ്പോൾ സെവറൽ ബാൻഡ് ഓഫ് എനർജി ലെവൽസ് നമുക്ക് ഫോം ആവുന്നുണ്ട് ആ ഒരു സോളിഡ്സിൽ. ഈ മോളിക്യൂൾസ് ഒക്കെ വളരെ ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് അവിടെ നമുക്ക് കൂടുതൽ എനർജി ലെവൽസ് കൂടുതലായിട്ട് ഫോം ആവുന്നുണ്ട്, കാരണം ഇന്റർമിക്സിംഗ് ഓഫ് ആറ്റംസ് ആണ് നമുക്ക് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി ലെവൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡിഫറെന്റ് എനർജികളെ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എനർജി ബാൻഡ് എന്ന് പറയുന്നത്. Okay, the set of energy levels, അതല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് ദീസ് എനർജി ഡിഫറെന്റ് എനർജി ലെവൽസ്, ഇതിനെ കുറിച്ച് ചേർത്തിട്ടാണ് നമ്മൾ എനർജി ബാൻഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എനർജി ബാൻഡ് നമുക്ക് മെയിൻ ആയിട്ട് മൂന്നതായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഓക്കെ, അപ്പൊ എനർജി വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ, ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് എനർജി ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, വാലൻസ് ബാൻഡ് ഹാസ് ദി ഹയസ്റ്റ് ഓക്യുപ്പൈഡ് എനർജി ആയിരിക്കും. ഓക്കെ, ഇതാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. അപ്പൊ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ടൈറ്റ്ലി ഹെൽഡ് ടു ദ ന്യൂക്ലിയസ് ആയിരിക്കും. കാരണം എന്താണ്? അത് ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസുമായിട്ട് അത്ര ടൈറ്റ്ലി അറ്റാച്ച്ഡ് ആയിരിക്കില്ല. ഓക്കെ, ഇപ്പൊ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ജസ്റ്റ് ഇൻക്രീസ് ആയിട്ടെങ്കിൽ ഈ പറയുന്ന ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് അതിൽ നിന്നും മൂവ് ആയി പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ഇൻ ഈ പറയുന്ന റൂം ടെമ്പറേച്ചറിൽ, ഓക്കെ, ഔട്ടർമോസ്റ്റ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ റൂം ടെമ്പറേച്ചറിലും ഫ്രീ ഇലക്ട്രോൺസ് ആകുന്നതിന് ചാൻസസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? കറന്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്നാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസ്, അതായത് മൂവ്മെന്റ്സ് ഓഫ് ഇലക്ട്രോൺസ് ആണ് കറന്റ് എന്ന് പറയുന്നത് അല്ലെ?
അപ്പൊ ഈ റൂം ടെമ്പറേച്ചറിൽ ഈ പറയുന്ന ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറുകയും അത് കറന്റിനെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഇലക്ട്രോൺസിനെ നമുക്ക് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഉള്ള ആ ഒരു ബാൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടക്ഷൻ ബാൻഡ്. ദാറ്റ് മീൻസ് അവിടെ നമുക്കൊരു കണ്ടക്ഷൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് അല്ലെ, അവിടെയായിരിക്കും നമുക്ക് ലോവസ്റ്റ് എനർജി എവിടെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും നമുക്ക് ലോവസ്റ്റ് എനർജി ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ്. ഓക്കെ, ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the energy gap or the gap between the valence band and the conduction band. Okay, ആ ഒരു കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഓക്കെ, ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എനർജി ഒന്നും തന്നെ ഉണ്ടാവില്ല. അവിടെ പ്രത്യേകിച്ച് ഇലക്ട്രോൺസ് ഒന്നും ആ ഒരു ബാൻഡിൽ ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ വാലൻസ് ബാൻഡിൽ അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും. ആ ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ടു ബാൻഡ്സ് there is no electrons ആയിരിക്കും. ഓക്കെ, ഈ പറയുന്ന ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടൈറ്റ്ലി ബൗണ്ട് അല്ലെങ്കിൽ വളരെ ന്യൂക്ലിയസുമായിട്ട് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും എന്ന് പറയാം. അതായത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ടൈറ്റ്ലി ബൗണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ന്യൂക്ലിയസുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോൺസുകളെ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. എക്സ്റ്റേണൽ എനർജി നമ്മൾ എന്ത് ചെയ്യണം, അതായത് ആ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പിന് ഈക്വലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജി നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ടൈറ്റ്ലി ന്യൂക്ലിയസുമായിട്ട് ടൈറ്റ്ലി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ പറയുന്ന വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഫോർബിഡൻ എനർജി ഗ്യാപ്പിലുള്ള ഒരു ഫിഗർ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു ഇൻസുലേറ്റർ ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, 3 പേരുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്റെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നിലും ഉണ്ട്, എല്ലാത്തിലും വാലൻസ് ബാൻഡ് ഉണ്ടാവും. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസുലേറ്റർ ആണ്. ഈ ഒരു വാലൻസ് ബാൻഡിൽ എനിക്ക് ഫ്രീ ഇലക്ട്രോൺ, ഇവിടെ ഇലക്ട്രോൺസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ബാൻഡ് ഗ്യാപ്പ്, അതായത് കണ്ടക്ഷൻ ബാൻഡിലും വാലൻസ് ബാൻഡും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ആണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോൺസ് ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ആവുകയും ഇവിടെ ആയിരിക്കും നമുക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇലക്ട്രോൺസുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇൻസുലേറ്ററിൽ ഹയർ ആയിരിക്കും. ഓക്കെ, then comes to the semiconductor, same valence band ഉണ്ട്, conduction band ഉണ്ട്, band gap ഉണ്ട്. അപ്പൊ ഈ പറയുന്ന വാലൻസ് ബാൻഡിൽ എന്ത് ചെയ്യും, ഇവിടുന്ന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടേക്ക് മൂവ് ആവും അല്ലെ. അപ്പൊ നമുക്ക് കണ്ടക്ഷൻ അവിടെ ഒക്യൂർ ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ്, ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഉണ്ടാവുന്ന ഗ്യാപ്പ് എന്ന് വളരെ കുറച്ച് റെഡ്യൂസ്ഡ് ആവും ഈ സെമി കണ്ടക്ടറിന്. കണ്ടക്ടറിൽ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും, കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തും. കാരണം എന്താണ്, there is no energy gap between the conduction band and valence band. So there is the movements of electrons occur in conductor. Okay, ഇതാണ് 3 ഇൻസുലേറ്ററും സെമി കണ്ടക്ടറും കണ്ടക്ടറും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു എനർജി ഗ്യാപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോൾഡ്, അലുമിനിയം, സിൽവർ, അതുപോലെ തന്നെ കോപ്പർ, ഇതൊക്കെ ഇലക്ട്രിക് കറന്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല, അത് നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ലാർജർ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അവ ഉണ്ടാവുന്ന ഒരു ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് 7 ഇലക്ട്രോൺ വോൾട്ട് വരെ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇൻസുലേറ്ററിൽ ഉണ്ടാകുന്ന ആ ഒരു മെറ്റീരിയൽ നമുക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എവിടെ ഉണ്ടാകുന്ന വാലൻസ് ബാൻഡിൽ നിന്നും ഇലക്ട്രോൺസുകളെ മൂവ് ചെയ്തിച്ച് ആ ഒരു കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈറ്റ്, ഒരു റിസ്ക് ആണ്, നമുക്ക് പറ്റില്ല. അപ്പൊ എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഗ്ലാസ്, വുഡ്, ഇതൊക്കെ ഇൻസുലേറ്ററിന്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി പാസ് ആവുന്നില്ല. ദെൻ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജെർമേനിയം, സിലിക്കൺ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് പ്രിഫറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എനർജി ബാൻഡ് ഗ്യാപ്പ് നമുക്ക് അവിടെ എങ്ങനെയാണ്, ഒരു കമ്പയർ ടു ലെസ് ആണ് അല്ലെ. ഇൻസുലേറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് വരുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ജെർമേനിയത്തിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.72, അതുപോലെ തന്നെ സിലിക്കൺ എന്ന് പറയുന്നത് 1.1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്മോൾ കണ്ടക്ടിവിറ്റി ഉണ്ട്. കൂടുതലായിട്ട് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു എനർജി ഗ്യാപ്പിന്റെ ആ ഒരു ഗ്യാപ്പിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സ്, എനർജി സോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താലായിരിക്കും ഇതിനെ നമുക്ക് കണ്ടക്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന എന്താണ് എനർജി ബാൻഡ് ഗ്യാപ്പ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ബാൻഡ് ഗ്യാപ്പിൽ വരുന്ന ബാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, ദെൻ ദ 3 മെറ്റീരിയൽസ് ലൈക്ക് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. ഇത്രയൊക്കെയാണ് നമുക്കൊരു ചെറിയൊരു നോട്ട്സ് മനസ്സിലാക്കുക. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തോന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ ആൻ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ
A number of electrons is more than number of holes. Number of holes is more than number of electrons. Number of electrons equal to number of holes ആണ്. So option D ആണ്. Either A or B ആണ് ആൻസർ. അതായത് number of electrons എന്ന് പറയുന്നത് ചിലപ്പോൾ number of holes നേക്കാൾ കൂടുതലായിരിക്കാം. അതല്ലെങ്കിൽ number of holes എന്ന് പറയുന്നത് greater than or more than that of the number of electrons ആണ്. Okay. നമുക്ക് എന്താണെന്ന് നോക്കാം. Intrinsic semiconductor extrinsic semiconductor എന്താണെന്ന് നമുക്ക്. അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയലിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്ക് അതിനെ സെമി കണ്ടക്ടർ എന്ന് പറയാം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഗാലിയം ആർസനൈഡ്, അതല്ലെങ്കിൽ ജെർമേനിയം, സിലിക്കൺ, ഇതൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നത്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് മെയിൻ ആയിട്ട് നമുക്ക് 2 ടൈപ്സ് ആണുള്ളത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് അല്ലെങ്കിൽ നോൺ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും ആണ്. ഓക്കെ, അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഡോപ്ഡ് സെമി കണ്ടക്ടർ ആയിരിക്കും, അതായത് പ്യുവർ സെമി കണ്ടക്ടർ ആയിരിക്കും, പ്രത്യേകിച്ച് ഇംപ്യൂരിറ്റികളൊന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എന്നാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ സ്പെസിഫിക് ആയിട്ട് കുറെ ഇംപ്യൂരിറ്റികൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇലക്ട്രിക് പ്രോപ്പർട്ടീസുകൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ നമുക്ക് പോസിബിൾ ആകും. അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് നമ്മൾ ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏത് ഇംപ്യൂരിറ്റി ആണോ ആഡ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്, ദാറ്റ് ഈസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അതായത് നമുക്ക് റിച്ച് ഇൻ ഹോൾസ് ആണോ റിച്ച് ഇൻ ഇലക്ട്രോൺസ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് പി ടൈപ്പ് ആണോ എൻ ടൈപ്പ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇംപ്യൂർ സെമി കണ്ടക്ടർ അതല്ലെങ്കിൽ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സെമി കണ്ടക്ടറിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസുകൾ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടികൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇംപ്യൂരിറ്റി എന്താണ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ പി ടൈപ്പ് എന്നും എൻ ടൈപ്പ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇഫ് നമ്പർ ഓഫ് ഹോൾസ് കൂടുതലാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഹോൾസിനേക്കാൾ കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. നമ്പർ ഓഫ് ഹോൾസ് ആണ് കൂടുതൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറവുമാണെങ്കിൽ ദാറ്റ് ഈസ് പി ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് എൻ ടൈപ്പ് ആൻഡ് ഹോൾസ് കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പി ടൈപ്പും എൻ ടൈപ്പും തമ്മിലുണ്ടാവുന്ന ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ ടൈപ്പ് സെമി പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി, അതായത് ഗ്രൂപ്പ് 5ൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസുകളായിരിക്കും നമ്മൾ ഇതിലേക്ക് പ്യൂർ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി, ദാറ്റ് ഈസ് 3rd ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ ഇംപ്യൂരിറ്റി ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പെന്റാവാലന്റിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പെന്റാവാലന്റ്. ഓക്കെ, ദാറ്റ് മീൻസ് 5 ഇലക്ട്രോൺസുകളായിരിക്കും റിമൈനിങ് നമുക്ക് വരുന്നത്. ട്രൈവാലന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അലുമിനിയം, ഇൻഡിയം, ഗാലിയം, ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാ ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ ഡോണർ ആറ്റംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന പെന്റാവാലന്റിന് നമുക്ക് ഡോണർ ആറ്റംസ്, there are 5 ഇലക്ട്രോൺസ്, അപ്പൊ എക്സ്ട്രാ ഇലക്ട്രോൺസുകളെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ഹോൾസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ആക്സെപ്റ്റഡ് ആറ്റംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതൽ മെജോറിറ്റി ചാർജ് കാരിയർ ആയിട്ട് നടക്കുന്നത്. എന്നാൽ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആർ ദി മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസസിന്റെ 7th MCQ സെറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.